ഞാനിവിടെ തുടക്കം തൊട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് എൻ്റെ ഒരു സൂചന തരുന്നുണ്ട്. ഞാനൊരു ഡിസ്റ്റിലറിയിലായിരുന്നു, ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലായിരുന്നു. അപ്പൊ അവിടുന്ന് ചില വിഷയങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകേണ്ടി വന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, നമ്മളോട് അവസ്ഥയിൽ എത്തുമ്പോഴാണ് നമുക്ക് മറ്റൊരാളുടെ അവസ്ഥ മനസ്സിലാവുക എന്ന് പറയും. ഞാൻ ഇത്രയും യൂത്തിനവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കളിച്ച് നടക്കണം, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഇവരെ കാണുമ്പോൾ അവരുടെ ആ വിഷമങ്ങൾ മനസ്സിലാക്കാനൊക്കെ പറ്റുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് വലിയൊരു കാര്യമാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ പഠിപ്പില് ഒരു ക്ലാസ് ആയിട്ട് ഇത് കൂട്ടിക്കോ, നിങ്ങൾക്ക് നഷ്ടം വരിക എന്ന് പറഞ്ഞ പോലെ എന്താണെന്നാണ് നമ്മളവിടെ പോയത്, അത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. അതിന് ഇവിടുന്നുള്ള പഠിപ്പിലും അത് നിങ്ങൾക്ക് വലിയൊരു ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. എല്ലാവർക്കും നമുക്ക് വേണം. അതിലുപരി ഞാൻ എൻ്റെ ഒരു അമ്മാമ്മനോടെ കണ്ടു. അമ്മാമ്മനെ കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ഇതുവരെ മുന്നാട്ടിരിക്കുന്നു, വലിയൊരു സ്റ്റാറാണ്. ആ അമ്മാമ്മൂടെ വന്നിട്ട് ഇരിക്കുമ്പോ ഞാൻ അവിടെ നിന്ന് ഇരിക്കുന്നത് അത്ര ശരിയാവില്ല. ഞാൻ രണ്ട് ഡയലോഗ് കൂടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞാനത്ര നിസ്സാരക്കാരനൊന്നല്ല. അത്യാവശ്യം ഒരു 19 നടന്മാരുടെ ശബ്ദമൊക്കെ എടുക്കും. അത് വിചാരിച്ചിട്ട് നമ്മൾ സെലിബ്രേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞു കേട്ടിട്ടില്ലേ നിങ്ങൾ, മമ്മൂട്ടി മോഹൻലാലിനൊക്കെ പുറത്തേക്കൂടെ ഇറങ്ങി നടക്കാൻ പറ്റില്ല. അവർക്ക് കുറെ സെക്യൂരിറ്റി ഉണ്ട്. നമുക്കൊന്നും എവിടെ പണിയുണ്ടല്ലോ. കാരണം ജനപരാധികളാരും മൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അമ്മാമ്മേനെ കണ്ടപ്പോ എനിക്ക് ഒരു പ്രത്യേക ഒരു ഊർജ്ജം കിട്ടി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ചടിത സംഗതി. ഞാനൊരു 3 ചാനലുകളൊക്കെ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലല്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വലിയൊരു ഇതിലുണ്ടാവും. ഇല്ല എന്താണെന്ന് കൂടുതൽ പറയുന്നില്ല. അപ്പോ നിങ്ങൾ പറയുന്ന ശബ്ദങ്ങള് ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്നു. ഞാനിവിടെ ഇരിക്കണാറുണ്ടോ ഇത് ആസ്ഥാന മിമിക്രി എന്നുള്ള കണ്ടിട്ടില്ല. പരമാവധി ഇറങ്ങാൻ നിൽക്കാറില്ല. ഇനി തീരെ പറ്റാണ്ട് വരുമ്പോ ഒന്ന് അപ്പൊ ഒരു തിലകന്റെ ശബ്ദം എടുക്കാല്ല. പിന്നെ കുറെ നാളുകളായിട്ട് പ്രാക്ടീസ് ഇല്ല. എല്ലാവരും പറഞ്ഞപ്പോ എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങാം. അപ്പൊ പിന്നെ കുറച്ചുകൂടി നന്നാവുമ്പോ ചിലപ്പോ കഴിയില്ലോ. ആ ഒരു പ്രതീക്ഷയിൽ ഞാനും. അപ്പൊ തിലകന്റെ ഒരു ശബ്ദം വേണ്ട, ഒരുപാട് കണ്ടതാ, ഒരുപാട് പാട്ടൊക്കെ കേട്ട് നിങ്ങളിങ്ങനെ ചിരിക്കാനറിയാം. പിന്നെ ഇവിടുത്തെ ചില സൗണ്ടിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, പിന്നെ കാണാം. കയ്യടിയെങ്കിലും കേൾക്കില്ലോ എന്ന് വിചാരിച്ചിട്ടാക്കാം. ഇവിടുന്ന് പറഞ്ഞ അങ്ങോട്ട് കേൾക്കാനില്ല. പിന്നെ ഒരു നടന്റെ ശബ്ദം എന്ന് പറഞ്ഞ ലാലേട്ടേ അല്ല, ലാലേട്ടെന്നും പറയുമ്പോ ഇങ്ങനെ ഇപ്പോഴത്തെ കിടു പൊളി എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? ആ അപ്പൊ മോഹൻലാൽ ലാലേട്ടൻ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ സത്യം. നിങ്ങൾ വിചാരിക്കും ഞാൻ അവിടെ ഇരിക്കുമ്പോ ഇങ്ങനെ ഒരു കേസാണെന്ന്. ദിലീപായാലും മോഹൻലാൽ വലിയ പ്രശ്നമാണ് അല്ലേ? അപ്പൊ നിങ്ങളൊക്കെ എങ്ങനെ ഈ ഇവിടെ എത്തിയതില്, പുനർജീവനിൽ എത്തിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഈ യൂത്ത് ഇങ്ങനെ തന്നെ പോണം. എല്ലാവരെയും നമ്മുടെ ശ്രമം വീട്ടിലായാലും അതുപോലുള്ള അതൊക്കെ ഒരു രസമാണ്. ഓക്കെ, പിന്നെ ഞാൻ പറയണ പോലെ അല്ലേ, പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. എന്നെ കാണുന്ന പോലെ എന്ന് പറഞ്ഞ് തൊപ്പിട്ട് കറക്റ്റ് മമ്മൂട്ടിയാണ്. രണ്ടുപേര് ചിരിക്കാതിരിക്കുന്നുണ്ട്, ചിരിക്കില്ല, കേട്ടിട്ടില്ല അല്ലേ? ആ എനിക്ക് അവാർഡ് കിട്ടി, ഓസ്കാർ കിട്ടിയ പോലെയാണ്. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ മോനെ നമുക്കറിയില്ലേ, അറിയോ, ഒരുപാട് റീലുകളിലും ഒരുപാട് എനിക്ക് സംസാരം എന്റെ അമ്മേനെയാണ് എനിക്ക് ഓർമ്മ വരിക. ഇപ്പൊ ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുമ്പോ അതായത് അത്രയ്ക്കും പവർഫുള്ള് ആ മമ്മൂട്ടി കാണാൻ വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കാരണം തന്നെയാണ് ഞാൻ അവിടെ പെട്ടെന്ന് നോക്കിയപ്പോ മമ്മൂടി. പിന്നെ ഞാൻ പിന്നെ വാർത്തപ്പണി അമലയില് വന്നിട്ടുണ്ട്, അമല ഹോസ്പിറ്റലിൽ പെടുന്നത്. അതായത് അത്രയ്ക്ക് കുമ്മായി അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങള് ഞാൻ ഇപ്പോഴും. അപ്പൊ അതുകൊണ്ട് വലിയൊരു ബുക്കാണ്. അതായത് നിങ്ങളുടെ സെന്ററിൽ തന്നെ അവിടെ ഇരിക്കുന്നത്. അപ്പൊ അമ്മാമ 2 വാക്കോ
വായ രണ്ടു വാക്കൊന്നല്ല ഒരു എനിക്ക് അപ്പൊ അമ്മ എനിക്ക് അതെ മമ്മൂക്കന്റെ അതെ ശബ്ദല്ലേ പറഞ്ഞ വിളിക്കുന്നു പോണോ നമ്മുടെ ഇന്നത്തെ സെലിബ്രിറ്റി അത് ഉദയനാണ് താരെന്ന് പറഞ്ഞ പോലെ അമ്മാമ്മയാണ് നമ്മുടെ താരം. ഞാൻ ഇവിടെ നോക്കിയത് ഇവിടെ ആളിരിക്കുന്നു പറഞ്ഞപ്പോഴേ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ താങ്ക് യു. നമ്മുടെ മമ്മൂട്ടിനെ പിടിക്കുള്ളൂ. പിന്നെ നേരിൽ കണ്ടിട്ടുള്ള ആളെ നമുക്ക് തൊടാനും പറ്റില്ല. ഹലോ, എനിക്കിത് 99 വയസ്സ് വരണു. വരുന്ന 2019 ഇനി വാർത്തപ്പണി ഇന്നത്തെ ആദ്യമല്ലല്ലോ. അന്നൊക്കെ ചിന്തിന്റെ കുട്ടി ഇവന്റെ ആൾക്കാരുടെ പണി മുഴുവൻ ഞാൻ തന്നെയായിരുന്നു. അപ്പോ സിമിന്റിന്റെ പൊടി എന്ന വാൽവ് ശ്രമിച്ചു. കുഴപ്പമൊന്നുമില്ല. എല്ലാ സഹായങ്ങളുണ്ട്. മറ്റേ സഹായമുണ്ട്, അങ്ങനെയുണ്ട്. പിന്നെ ഏത് വാൽവിനെ കുറിച്ചാലും തോക്കും. കാരണം ഞാൻ എല്ലാ വാർത്തക്കാരമായി എന്താ ജീവിച്ചത്. എല്ലാവർക്കും ജീവിക്കുന്ന അതാണ് എന്നെ അമ്മ. അങ്ങനെ പറഞ്ഞ് ചിരിക്കണം എന്നെ കണ്ട. അതേമാതിരി അപ്പോ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞെ ഒരു കണ്ണു പോയി. അപ്പൊ ഞാൻ ആലോചിച്ചു എന്താ വേണ്ടേ. അപ്പോ ആ വരുമ്പ ചാടിച്ചാവണോ എന്ന് കഴിഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ചേ ട്രെയിൻ ഓടുന്ന ഒരു കഴിവില്ല, എനിക്കൊരു കണ്ണായാലും ഓടാം. അപ്പോ അങ്ങനെ സമാധാനം അറിയാം. എന്റെ കുടുംബത്ത് വന്ന് കണ്ടത് എന്റെ മോൻ മരിച്ചിട്ട് വന്നിട്ടായിരുന്നു. അപ്പോ എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ മദർ തെരേസയെ കണ്ടിലേക്കും വഴി ഒരുപാട് സ്ഥലമൊക്കെ പോയി തെണ്ടി ആ ഭാഗത്ത് അതിലെനിക്ക് മെത്രാനായിട്ട് സുറായി മെത്രാനായിട്ട് ബുദ്ധിമുട്ടായി. അവർ അരമനയിലൊക്കെ പോയി തെണ്ടി. അങ്ങനെ അത് പിന്നെ എന്നാമൻ ദൈവനാമം ആ സീരിയൽ അഭിനയിച്ചു. അങ്ങനെ ചെയ്തു. പിന്നിപ്പോ ഇപ്പൊ എന്താ ലക്ഷ്യം വെച്ചാല് വലിവുണ്ട്. വലിക്കുന്നത് തോന്നണ്ട്. അപ്പൊ പോകുമ്പോ ഞാൻ വലിക്കണം. അതെ, ഇപ്പൊ വലിച്ചു കഴിഞ്ഞാൽ പോകുമ്പോ ഞാൻ വലിക്കണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മമ്മൂട്ടി വന്നു, ആചരിച്ചു, കെട്ടിപ്പിടിച്ചു, പുറവ് തന്നു, 10,000 അടച്ചു തന്നു. പിന്നെ മാതൃഭൂമിയില് ഭാഗ്യം കലക്ടർ വന്നു, വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് 2 പുടവ ആരും എടുക്കാൻ. ഇന്നത്തെ 12 പെൺകുട്ടിയോട് നമ്മുടെ പുടവേ അതെന്നെ ഭയങ്കര കാര്യമാണ്. തന്നു നമ്മുടെ കായ പത്ത് കൊണ്ടു 5000 രൂപയും കൊണ്ടു. പിന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു. പാനീയൊരു കൊച്ചു ജനിച്ചു പെൺകുട്ടി. അപ്പോ കാണാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഞാൻ രാജ്യത്തൊക്കെ പോയാൽ അവിടുത്തെ തണവ് തട്ടിയപ്പോ അടിച്ചു പോകും ഞാൻ. അങ്ങനെയൊന്നും പോകുന്നില്ല. അല്ല, മമ്മൂട്ടി ഇന്ന് പോയിട്ടുണ്ട്. എല്ലാവർക്കും ഇവിടെ എൻ്റെ ഒരു സാറുണ്ട്. ആ സാറിന്റെ അവിടേക്ക് വന്നിട്ട് ഇവിടേക്കിടെ വരാറുണ്ട്. അവിടെ പോകും. അതെനിക്ക് കഴിക്കാം. കുറച്ച് നേരം വരുന്നാലും തീര. പിന്നെ എന്തായാലും 4 മണിയാകുമ്പോഴേക്ക് വീളത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ പിള്ളേര് വെള്ളം തരും. കാലം പോയി. കാരണം ഇന്ന് നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ വളർത്തിയിട്ട് നാട്ടുകാരെ വാർത്തപ്പണിക്ക് കൊണ്ടുവരുന്ന സാധനങ്ങൾ കൊണ്ടുകൊടുത്ത് അതാണ് ഇപ്പൊ എന്താ പകരം ഇന്ന് കഴിക്കുമ്പോഴത്തേക്കും ഇത്ര കട്ടനാക്കി വിളിക്കാം. ഇതൊക്കെ തോന്നിപ്പടെ വീട്ടിൽ കൊണ്ട് മക്കളൊക്കെ വരുമ്പോൾ അതിനെക്കാർ വരും. അവർക്കൊക്കെ കൊടുത്തു. ഇന്നത്തെ കാര്യമല്ല. അന്ന് ബിരിയാണി ചെമ്പാണ് വാർത്തക്കാർക്ക് കൊടുക്കുക. പൊറോട്ട അടിക്കാൻ. ഇന്ന് പൊറോട്ട വേവില്ല. അന്നൊക്കെ പൊറോട്ട അടിക്കണ വീടുകളില്ല. എന്നിട്ട് ബാക്കിയുള്ള പൊറോട്ട കളയെന്ന് പറയും.
അത് ചോന്ന് കെട്ടുവന്നു അവരാ ആസ്പത്രി മണ്ണുമുന്നായിരുന്നു. ആ മണ്ണുമുന്ന് ഞാൻ നിരത്തി പെട്ടോളാം എന്ന് എനിക്ക് അവിടെ സ്ഥാനം. മാമ സാറ് ഒരുവിധമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കിയ സ്ഥലമാണ്. പാലം ഇനി ഞാൻ പറയാത്ത സ്ഥലങ്ങളില്ല. കരയാൻ മറ്റൊരാളെ അവകാശമായിട്ടല്ലോ, ചിരിക്കാനാണ് അവകാശമില്ലാത്ത. പണ്ട് ചിരിക്കാൻ ഇവിടെ പോടാ, ചിരിക്കാൻ 1000 പേര് എന്നുള്ള പാടില്ലേ. ഇന്ന് കരയുമ്പോ എന്ന് തൊള്ളൊരു ബാധിക്കുന്നു. ഇന്ന് ഈ പിള്ളേരെ ആരെങ്കിലും നമ്മൾ ഒന്ന് ഇതാവുമ്പോ ഒന്ന് കടത്തില്ല. ആ സ്ഥലത്ത് ഇത്ര പോകുന്ന വയസ്സായ ആൾക്കാര് നിനക്ക് വൈകിലും കടക്കണ അങ്ങോട്ട് കടക്കണമെന്ന് പറയും. റോഡിൽ പോയാ ചെറുപ്പിള്ളേർക്ക് പോരാ, നാണക്കേടാ. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഡാൻസിനാര് കുട്ടികളുടെ വീടാണ്. എന്താ കാര്യം? എന്താ കാര്യം? ഒരു കാര്യമില്ല. ഞങ്ങളുടെ കുട്ടികള് പുറത്തേക്ക് ഇറങ്ങണ്ട കാണിക്കും. ഇങ്ങനെ കാണിക്കും. ഞങ്ങളുടെ പിള്ളേരെ അങ്ങോട്ട് പുറത്തേക്ക് കിടക്കും. അപ്പോൾ മറ്റേ സാമാനം വെച്ചു. അതൊക്കെ നമുക്ക് അതൊക്കെ ഉണ്ട്. അല്ല, ഞാൻ അവരോട് ദേഷ്യപ്പെട്ടില്ല. ഇത്ര പോകുന്ന ആളുണ്ടല്ലോ, ആ ആള് കഴിഞ്ഞ കൊടുത്ത പുതുക്കടിയിൽ കാണാം. ഇത്ര പോകുന്ന ആൾ പാട്ട് പാടി അവരോട് പറഞ്ഞാൽ എനിക്ക് പാടാൻ വരും. കുട്ടികളെ കിട്ടില്ലെങ്കിലും കിട്ടാതെ എത്തിക്കണം. ഒന്ന് കിട്ടില്ലെങ്കിലും കിട്ടാതെ എത്തിക്കണം. ഞാനേ നടുലാന്റെ അടുത്ത് വന്നത് സ്വഭാവം എടുക്കല്ലേ, നല്ല ശ്രുതിയോളാ ഞാൻ. അപ്പോ എടുക്കല്ലേന്ന് പാട്ട് പറഞ്ഞ അന്ന് ഞാൻ അടിച്ചതാ വാക്കിൽ ചെറിയൊരാളെ. കാരണം എനിക്കറിയില്ല, പേരറിയില്ല. ഞാൻ പേര് പറഞ്ഞ് തെറ്റിന്ന് പറഞ്ഞിട്ട് എന്റെ തല്ലി. അങ്ങനെ അവിടുന്ന് മുന്നോട്ട് വരുന്ന സിനിമകൾ അടക്കം ഞാൻ പറഞ്ഞു. ഞാൻ തൃശ്ശൂർ തിരുവനന്തപുരം 3000 പുസ്തകം ജീവിക്കുന്ന പാഠപുസ്തകം കത്രീനമാണ് ഇറക്കിയത്. മന്ത്രി താങ്കൾ എന്നെ കൊണ്ടുപോയി. കലക്ടർ എഴുതുന്നുണ്ട് ജീവിക്കുന്ന പാഠപുസ്തകം കത്രീനമ്മ. ആ പുസ്തകം 3000 പുസ്തകം തിരുവനന്തപുരം. അത് പിന്നെ മാധ്യമക്കാര് പുസ്തകം എല്ലാ പുസ്തകമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വടക്ക് കർമ്മസമർക്കാരന്റെ വീട് പണിയുന്ന കാലം. ഇത് പിന്നെ ഗവൺമെന്റ് കൊണ്ടുപോയി തലേദിവസം കൊണ്ടുപോയി 2ാമത്തെ ദിവസം കൊണ്ട് എല്ലാത്തിനും ഇന്നും ശരിയല്ലാന്ന് സംസാരിച്ച ഞാൻ തന്നെ. കാരണം സംസാരം നിങ്ങൾ ആ ചൂട് കണ്ടിയാൽ അപ്പോഴേ നമ്മുടെ മാമയ്ക്ക് നല്ലൊരു കഴിവുണ്ട്. ഇനിയിപ്പോ വായിക്കുക. കാരണം ഇതൊന്നും ചെറുതല്ല. കത്രീനെ പൊങ്ങുന്നു, ഫോണിലടിക്കുക. കത്രീനെ പൊങ്ങുന്നു, ഫോണിലടിക്കുക. നമുക്ക് മമ്മൂട്ടി വന്നതും അപ്പോഴേ മമ്മൂക്കനെ കണ്ടു എന്ന് പറഞ്ഞു. മമ്മൂക്കയുടെ ശബ്ദമില്ല നമ്മൾ പറഞ്ഞു. 2 ശബ്ദം കൂടി വേണം. എന്തായാലും ആണെന്ന് ഇവിടെ വിളിച്ച് 2 കാര്യങ്ങൾ പറയാൻ 2 കാര്യമില്ല. ഇതുകൊണ്ട് ആയിട്ട് ചെയ്യാൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. ആൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ. അത് മാത്രമല്ല, ആ പുസ്തകം കിട്ടുന്നുണ്ടെങ്കിൽ വായിക്കാൻ നല്ലതാണ്. അത് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോ മമ്മൂക്ക പോലെ ഇരിക്കുന്നു.
അപ്പൊ അത് കയ്യടിക്ക് അപ്പൊ കയ്യടിക്ക് അതെ നമ്മുടെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഡേവിഡ് സർമലച്ച മമ്മൂട്ടിക്ക് അറിയാം. ഡേവിഡ് സർമലിനെ അറിയും. നമ്മുടെ കൂട്ടുകാരനാണ്. ആളെങ്ങനെയാ പറയണേ നോക്കാം. നിങ്ങളെന്തുട്ട് കളി കളിക്കണേ? എനിക്കും പറയണത് വലിയ മനസ്സിലാവില്ല. അത് ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാണ് ICU എന്തിനാന്നറിയോ? എന്താ ഞാൻ സിയു നിന്നെ കാണൂന്ന്. ആരിനെ കാണുന്നു പറഞ്ഞേ? ദൈവത്തിനെ കാണൂന്ന്. അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന സമയത്ത് ഈ ബുദ്ധിമുട്ടുള്ളവരെ മറ്റുള്ളവരെ കാണുമ്പോ നാളെ നമ്മളെങ്ങനെയൊക്കെ ആവടോ കിഡ്നി. ഇപ്പൊ നിങ്ങളിതൊക്കെ പറയുമ്പോഴായിരിക്കും അച്ഛൻ വന്നിട്ടില്ല ചേട്ടപ്പോ നമ്മുടെ കിഡ്നി ചോദിക്കാനാവും. നിങ്ങളെ കിഡ്നി ഒന്നും എനിക്ക് വേണ്ടട്ടാ. നിങ്ങൾ വല്ല ചട്നി കൊടുത്താലും മതി. അപ്പൊ ഞാൻ പോട്ടെട്ടാ. നല്ലൊരു കയ്യടി കൊടുത്തേ. സ്റ്റേജിലിരിക്കുമ്പോ തന്നെ പറയാനുള്ള ഒരു ഭാഗ്യം കിട്ടി. പിന്നെ അതിരൂപതയിലൊക്കെ 10-15 കൊല്ലം മുമ്പോളൊക്കെ ഒരു ചാമ്പ്യനൊക്കെ ആയിരുന്നു. പിന്നെ ചില ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് മാറിപ്പോയി. അത് ഇവിടെ വന്നിങ്ങനെ നിന്നു. ഇപ്പൊ ഇവിടെ ഒരു ടാക്സി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് പിന്നെ യൂട്യൂബ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സോളമിൽ വീടിനൊക്കെ അടിച്ചാൽ ചിലപ്പോ എന്റെ കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണാൻ പറ്റും. അത് നമ്മളിങ്ങനെ തുടർന്ന് പോടും. ഇനിയിപ്പോ ഒരു 2 ശബ്ദം കൂടി, ചെറിയ ശബ്ദങ്ങളാണ്. ഒരു ചെറിയ കുട്ടി ഒരു ശബ്ദം താത്തയുടെ ശബ്ദം പിന്നെ ഒരു പാട്ട് പാടാനുണ്ട്. അപ്പൊ കൂടുതലായിട്ട് പറഞ്ഞ് നമ്മളിങ്ങനെ ഈ ഓവർ എന്നെ പഠിപ്പിക്കാനല്ല കൂടുതൽ പറയണത്. ക്രിസ്മസിന്റെ